മറ്റാരുണ്ട് പ്രതിപക്ഷത്ത് ഞാനല്ലാതെ എന്ന ഒരു വാചകം വേണമെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ പാരഡി എന്ന പോലെ പറയാവുന്ന ഒരു നിലയാണ് അദ്ദേഹം. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഭയങ്കര വാല്യൂ, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന അത്ര വാല്യൂ ഉള്ളൊരു പോസ്റ്റല്ല എന്ന നിലയിൽ അതിൽ നിന്ന് മാറി നിൽക്കില്ല. ഭരണഘടനാപരമായി അതിനുള്ള ഒരു ഇക്വാലിറ്റി വെച്ചാൽ ജനാധിപത്യത്തിൽ രണ്ടായാലും നമ്മൾ സ്വീകരിക്കണം എന്നുള്ള നിലയിൽ അങ്ങനെ അദ്ദേഹം അത് സ്വീകരിച്ചതാണോ ഒന്ന്, അതോ മറ്റൊരു ഓപ്ഷനിലേക്ക് കടക്കാൻ കഴിയാതെ പിണറായി വിജയൻ തന്നെ ആ സ്ഥാനത്തേക്ക് തുടരുകയാണോ, ആ സ്ഥാനത്ത് നിയമസഭാ കക്ഷി നേതാവ് എന്ന നിലയിൽ തുടരുകയാണോ? 2, 3 ഇതിപ്പോൾ എന്താ പറയുക, ഒരു പക്ഷത്തിന് അദ്ദേഹം തന്നെ ആഗ്രഹിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതിൽ നിന്ന് മാറാൻ കഴിയാതെ, സ്ഥാനം എന്ന നിലയിൽ നിന്ന് മാറാൻ കഴിയാതെ അതിൻ്റെ ആ നിലയിൽ തുടർന്ന ഒരു നേതാവിനെ വീണ്ടും ഒരു ഡിസ്ഗ്രേസ്ഫുള്ളായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ലെവലിലേക്ക് പോകുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച പാർട്ടി അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ കൊടുത്തതാണോ? ഇനി അഥവാ കുറച്ച് നാളത്തേക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി നിന്നുകൊണ്ട് മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് വളർത്തിക്കൊണ്ടുവരുന്നവരെയുള്ള സമയമെടുക്കുകയാണോ? ഇതൊന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിട്ടുള്ളത്. ഇനി പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണ്ട എന്ന് വെച്ചോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കെ രാജൻ എന്നൊരു നേതാവിനെ CPIയിൽ നിന്ന് ഉപനേതാവായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതും വേറൊരു തരത്തിലുള്ള ഒരു അപ്രോച്ചായി കാണാനും ചെയ്യാം. പക്ഷേ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ തന്നെ തുടരും എന്ന് പറയുന്നതിന് നമ്മൾ ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്. 102 അംഗങ്ങളുള്ള ട്രഷറി ബെഞ്ചിനെ നോക്കി അല്ലെങ്കിൽ അവരെ എതിരിടാനുള്ള ഒരു കരുത്ത് പുതിയ രണ്ടാം നിരയിൽ ജയിച്ചു വന്ന ആളുകൾക്കില്ല. ഈവൻ KN ബാലഗോപാലിന് പോലും ആ ഒരു കരുത്തില്ല, അല്ലെങ്കിൽ ആ അഗ്രഷൻ ഇല്ല എന്നൊരു തീരുമാനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ സാധ്യമാവുമായിരുന്ന ഒരാളെ ഈ സഭയിൽ എത്തിക്കാതിരിക്കാൻ ഈ പാർട്ടി എടുത്തൊരു തീരുമാനത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ധർമ്മടത്ത് നിന്ന് KK ശൈലജയെ മാറ്റി പേരാവൂരിൽ മത്സരിപ്പിച്ചത്, മട്ടന്നൂരിൽ നിന്ന് മത്സരിപ്പിച്ചത് തീർച്ചയായും അത്തരമൊരു തീരുമാനമായിരുന്നു. മട്ടന്നൂരിൽ നിന്ന് KK ശൈലജ മത്സരിച്ച് വന്നിരുന്നുവെങ്കിൽ ഈ തീരുമാനം ഇങ്ങനെ ആവില്ലായിരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ CPMൽ പിണറായി വിജയൻ തന്നെ തുടരണം ഇനിയും എന്ന് സമ്പൂർണ്ണമായി എല്ലാവരും ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല ഈ തീരുമാനം ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അതിലുപരിയായിട്ട് എന്തെങ്കിലും ഒരു മാറ്റത്തിലൂടെ പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു എഡ്ജ് കിട്ടുന്ന ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ചെയ്തേനെ. KN ബാലഗോപാലിനെ കൊണ്ട് അത് കഴിയില്ല, റിയാസിനെ കൊണ്ട് അത് കഴിയില്ല, അതുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്. KK ശൈലജ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നതിനെ ഒരു വനിതാ പ്രതിപക്ഷ നേതാവ് എന്ന ആദ്യത്തെ പദവിയിലേക്ക് അവർ വരികയും അത് CPM എന്ന പാർട്ടിക്കും LDF എന്ന മുന്നണിക്കും പുതിയൊരു ഉണർവ് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനും കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഒരു തെറ്റ് അവർക്ക് പറ്റിയിട്ടുണ്ട്. ആ തെറ്റിന്റെ ആവർത്തനമായി ഇന്നവർ പിണറായി വിജയൻ തന്നെ ഞങ്ങളെ നയിക്കുമെന്ന ഞങ്ങളുടെ ഒരു കരുത്താണ് എന്നൊക്കെ പറയാനുള്ള ഒരു സാധ്യതയിലേക്ക് പോയി എന്ന് മാത്രം.